ചിലർക്കൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതൊരു ഓർമ്മ പുതുക്കൽ മാത്രമാണ്. പക്ഷേ കയ്യിൽ ബ്ലൂടൂത്ത് ഇയർഫോൺ അല്ലെങ്കിൽ ഇയർബഡ്സും മറ്റും ഉണ്ടായിട്ട് നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊറോണ നമ്മുടെ ലോകത്തേക്ക് കടന്നതോടെ നമ്മളെല്ലാവരും ഡിജിറ്റലായി മാറി. അതായത് എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും എല്ലാം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആയി മാറിയിട്ടാണുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരോട് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അതും ഓൺലൈനിലൂടെ തന്നെ. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ നമ്മുടെ മുന്നിൽ വെക്കുന്നു, എന്നിട്ട് അതിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളത് അയച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ മുന്നിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മൊബൈൽ ഫോണിൽ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യും. അതേസമയത്ത് വീഡിയോയെ പോലെ തന്നെ പ്രധാനമുള്ള ഒരു സംഭവമാണ് ആ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയോ. മൊബൈൽ ഫോൺ കുറച്ച് ദൂരെ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയോ, നമ്മുടെ ശബ്ദവും കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വയറുള്ള ഇയർഫോൺ യൂസ് ചെയ്യുന്നത്. വയറുള്ള ഇയർഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിനും ഒരു പരിധിയുണ്ട്. കാരണം അതിന് വയറുണ്ടല്ലോ, അതിലൂടെ വയറും ഒക്കെ കണ്ട് അതൊക്കെ ഒരു വൃത്തിയില്ലാത്ത വീഡിയോ പോലെ ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ മൈക്കിനെ ആശ്രയിക്കുന്നത്. നമ്മളൊരു മൈക്ക് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചാൽ വയറുള്ള മൈക്കിന് തന്നെ വലിയ വലിയ വിലകളുണ്ട്. അതുപോലെ തന്നെ വയർലെസ് മൈക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പിന്നെ പറയാനില്ല, വലിയ വിലയാണ് വയർലെസ് മൈക്കിനും ഉള്ളത്. എന്നാൽ വയറുള്ള ചെറിയൊരു മൈക്കാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ചെറിയ വിലയുടെ മൈക്കാണെങ്കിൽ അത് എത്രത്തോളം നിൽക്കും, എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അത്തരം അവസരങ്ങളിലാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് പ്രയോജനപ്രദമാവുന്നത്. അതായത് വെറും 150 രൂപ മുതൽ നിങ്ങൾക്ക് ഒരു വയർലെസ് മൈക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കലല്ല, നമ്മളൊരു ട്രിക്കിലൂടെ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ബ്ലൂടൂത്ത് ഇയർഫോൺ, ഹെഡ്സെറ്റ്, ഇയർബഡ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു സംഭവത്തെ തന്നെ നമുക്ക് വയർലെസ് മൈക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയെന്നല്ലേ ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ വളരെ അടുത്താണ്. മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിലൂടെയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കുറച്ച് അകലെ മൊബൈൽ ഫോണിൻ്റെ അരികിൽ നിന്നും കുറച്ച് ദൂരേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം, അതായത് സൗണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സൗണ്ട് കുറയുന്നുണ്ടോ? അതായത് പൊതുവേ നമ്മളൊരു മൊബൈൽ ഫോണിലൂടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അകലെ പോകുന്തോറും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും നമ്മുടെ സൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് കേൾക്കാൻ സാധിക്കും. ആ ഒരു വ്യത്യാസം ഇപ്പോൾ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷന്റെ സഹായം കൂടി നമുക്ക് വേണ്ടതായിട്ടുണ്ട്. പക്ഷേ സൗണ്ടിൻ്റെ ക്ലിയർ നിങ്ങളുടെ ബ്ലൂടൂത്ത് ഡിവൈസിനെ അനുസരിച്ചിരിക്കാം. അതായത് ബ്ലൂടൂത്തിൻ്റെ ഇയർഫോണോ ഇയർബഡ്സ്, അത് നിങ്ങൾ ഏതാണോ വാങ്ങുന്നത് അതിൽ എത്രത്തോളം ക്ലിയറിൽ നിങ്ങൾക്ക് ഓഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഇരിക്കും അതിൻ്റെ ക്ലാരിറ്റി, ക്ലിയർ എന്ന് പറയുന്നത്. ബാക്കി ശബ്ദത്തിൽ യാതൊരുവിധ വ്യത്യാസവും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണ്, ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക എന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ സിനിമ FV ലൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സിനിമ FV എന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് സിനിമ FV 5 ലൈറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കിട്ടും. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് നൽകിയിട്ടുണ്ട്, അതുവഴി ഇൻസ്റ്റാൾ ചെയ്താലും മതി. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു സെറ്റിംഗ്സിൽ മാറ്റം വരുത്തണം. മുകളിലുള്ള സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ ഓഡിയോ സോഴ്സ് എന്ന് പറഞ്ഞൊന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷനാണുള്ളത്. അതിൽ മൂന്നാമത്തെ ഓപ്ഷനായ ബ്ലൂടൂത്ത് മൈക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സാധാരണ പോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇനി സാധാരണ നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓഡിയോ മുഴുവൻ നിങ്ങളുടെ ആ ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിലൂടെ ആയിരിക്കും റെക്കോർഡ് ആവുന്നത്. ഇത്തരത്തിൽ ബ്ലൂടൂത്തിൻ്റെ ഇയർഫോണോ ഇയർബഡ്സോ ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അതിൽ മൈക്രോഫോൺ ഉണ്ടായിരിക്കണം. മൈക്രോഫോൺ ഇല്ലാത്തത് വാങ്ങിയിട്ട് കാര്യമില്ല, മൈക്രോഫോൺ ഉള്ളത് തന്നെ നിങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. ചെറിയ വില മുതൽ വലിയ വില വരെയുള്ള ഇയർബഡ്സും ഹെഡ്സെറ്റും ഹെഡ്ഫോണും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത്തരത്തിൽ നിങ്ങളൊരു ഹെഡ്ഫോണോ ഹെഡ്സെറ്റോ വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ചിലർക്കൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതൊരു ഓർമ്മ പുതുക്കൽ മാത്രമാണ്. പക്ഷേ കയ്യിൽ ബ്ലൂടൂത്ത് ഇയർഫോൺ അല്ലെങ്കിൽ ഇയർബഡ്സും മറ്റും ഉണ്ടായിട്ട് പോലും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർക്ക് തീർത്തും പുതിയൊരു അറിവായിരിക്കും. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പരിശോധിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അറിവേറുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ഇറ്റ്സ് മീ ദർശിത് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.